നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യ സഖ്യം എന്ന സഖ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് BJP ഇതര പാർട്ടികളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ മുന്നണി രൂപീകരിച്ചത്. പിന്നീട് NDA മുന്നണിക്കെതിരെ ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തിയെങ്കിൽ പോലും NDA തന്നെ വീണ്ടും അധികാരത്തിലെത്തി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരികയും ചെയ്തു. അതിനുശേഷവും ഇന്ത്യ സഖ്യത്തിൽ പലതരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AAPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും അവർ തമ്മിലുള്ള അതൃപ്തിയും തന്നെയായിരുന്നു. അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളും പിന്നീട് നടന്നു. ഡൽഹിയിലും ഹരിയാനയിലും ഒക്കെ തന്നെ നമ്മളത് കണ്ടു. ഡൽഹിയിൽ ഇരുവരും, അതായത് കോൺഗ്രസും AAPയും മാറി, അതായത് സഖ്യമല്ലാത്ത രീതിയിലാണ് അവർ മത്സരിച്ചത്. ഹരിയാനയിൽ അത്തരത്തിലുള്ളൊരു മത്സരത്തിലൂടെ BJP വീണ്ടും അധികാരത്തിലെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടിരിക്കുന്നു. ഇനി എന്താണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആ രീതിയിലാണ് വിലയിരുത്തുന്നത്. പ്രധാനമായും കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വമില്ലായ്മ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കീഴിൽ ഇത്തരം പാർട്ടികൾക്ക് നിൽക്കാൻ സാധിക്കാത്തൊരു ഗതികേട് ഇന്ത്യ സഖ്യത്തിനുണ്ടായി എന്നാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നിലപാട് അത്തരത്തിലാണ്. എന്തായാലും വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങൾ പ്രധാനമന്ത്രിക്ക് മേൽ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലും തിരുത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യ നേതാക്കളിൽ പലരും രംഗത്ത് വന്നിരുന്നു. മമതാ ബാനർജി, അതോടൊപ്പം മറ്റു പല പ്രമുഖ നേതാക്കളൊക്കെ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഇനി കൂടുതൽ പാർട്ടികൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് പലരും ആലോചിക്കുന്നത്. എന്തായാലും AAP, ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടിരിക്കുന്നു.